നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന മോഷണം, സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. ലഹരി എന്ന മഹാവിപത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ലോക ഫോട്ടോഗ്രഫി ദിനവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം, സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. മുളകുപൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ അവിടേക്ക് വരും. അങ്ങനെ പകലിവിടെ നിൽക്കുക, രാത്രി പോവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ സാരികളും സ്വർണ്ണവും രൂപയും അതിലേക്ക് ഉണ്ടായിരുന്നു. ലഹരി എന്ന മഹാവിപത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ. സ്കൂളിൽ നിന്നും ആരംഭിച്ച ദൃശ്യാവിഷ്കാര റാലി പ്രിൻസിപ്പാൾ ലെയ്സൺ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആളൂർ ജംഗ്ഷനിൽ നടത്തിയ സമാപന പരിപാടിയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ അനുകുമാർ PR, സിവിൽ എക്സൈസ് ഓഫീസർ ജദീർ PM, ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, ഷാമോൻ PM, വാർഡ് മെമ്പർ KB സുനിൽകുമാർ, PTA പ്രസിഡന്റ് ഡെന്നിസ് കണ്ണംകുന്നി എന്നിവർ സംസാരിച്ചു. ആളൂർ പോലീസ് ഓഫീസർ ജിനേഷ് KK, വാർഡ് മെമ്പർ ഓമന ജോർജ്, ഗൈഡ്സ് ക്യാപ്റ്റൻ ജൂബി മാത്യു, ശ്രുതി KR, സോജൻ T ജോൺ, ഫ്രാൻസിൻ OA എന്നിവർ നേതൃത്വം നൽകി. മനുഷ്യന്റെ ഭാവിയും അതുപോലെ സമൂഹത്തിനാകെ ദോഷമാകുന്ന രീതിയിലേക്ക് മാറാം. ഇതിന് നന്നായി ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ലോക ഫോട്ടോഗ്രഫി ദിനവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ലിറ്റിൽ ലെൻസ് എന്ന പേരിൽ നടത്തിയ ഫോട്ടോ പ്രദർശനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ സുനിൽ സപ്പരിയ, സുരേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് MK ഡെയ്നി, പാർവതി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ 28 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഫോട്ടോകളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത്. മറ്റ് വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അധ്യാപകരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഭാഷ നമുക്ക് എന്തിനുള്ളതാണ്? ഭാഷ എന്തിനാണ്? പരസ്പരം ആശയവിനിമയം നടത്താൻ, അല്ലേ? റോഡുകൾ എന്തിനാണ്? നമുക്ക് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകാൻ, അറിയാൻ, അല്ലേ? അടുത്തിടപഴകാൻ. എന്നാൽ അത് മാറി. ഇന്നത് ജനകീയമായി. ഇന്ന് ആർക്കും എന്തെടുക്കാം? നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ എടുത്തിട്ടുള്ളത് ഏതിലായിരിക്കും? മൊബൈൽ ഫോണിലായിരിക്കില്ല ഫോട്ടോ എടുത്തത്. ഏത് സുന്ദര നിമിഷങ്ങളെയും നമുക്ക് ഫോട്ടോ എടുക്കാം. എല്ലാം നമുക്ക് പകർത്തിയെടുക്കാൻ വേണ്ടി മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ തല കായികോത്സവം ആരംഭിച്ചു. റിട്ടയർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MK അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി നടത്തിയ ആൽബം മത്സരത്തിന്റെ വിജയികളെ HM സീമ പ്രഖ്യാപിച്ചു. സ്കൂൾ മാനേജർ B സദാനന്ദൻ, സ്റ്റാഫ് സെക്രട്ടറി KV അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. കായിക മത്സരങ്ങൾക്ക് സ്പോർട്സ് കോർഡിനേറ്റർ K നെൽസൺ പോൾ, TV ശാലിനി എന്നിവർ നേതൃത്വം നൽകി. ഇന്നിവിടെ പ്രകാശനം ചെയ്ത ആൽബം കണ്ടപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആശ്ചര്യമായി തോന്നി. കാരണം ഒരുപക്ഷെ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഒരു +2 തലത്തിലുള്ള കുട്ടികൾ ചെയ്തതിനേക്കാൾ മനോഹരമായി. കാരണം ഒരു 9ാം ക്ലാസ്സുകാരനായി എൻ്റെ മകനോട് SPC വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഇതേ ആവശ്യം അവിടുത്തെ നന്ദിക്കര സ്കൂളിൽ പറഞ്ഞിരുന്നു. കുട്ടികളോട് ഇതിൻ്റെ ഒരു ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഒരുപാട് കുട്ടികൾ വളരെ നന്നായിട്ട് ആൽബം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ടീച്ചറുടെ അഭിനന്ദനങ്ങൾ. എന്നിരുന്നാൽ തന്നെയും നമുക്ക് അതിൽ നിന്നൊരു സെലക്ഷൻ അത്യാവശ്യമാണ്. LP വിഭാഗത്തിൽ നിന്നും UP വിഭാഗത്തിൽ നിന്നും. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് സന്ദർശിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സംവിധാനം അടുത്തറിയാനാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 50ഓളം പേർ ഉൾപ്പെട്ട സംഘം പഞ്ചായത്ത് സന്ദർശിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, സെക്രട്ടറി ഷജി തോമസ്, ജൂനിയർ സൂപ്രണ്ട് സുമേഷ്, മെമ്പർമാരായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസ്ലി തോമസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയുടെ നേതൃത്വത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ KC ശരണ്യ, അധ്യാപികമാരായ KS ശ്രുതി, P വിനീത, R നിജ എന്നിവർ പഠന സംഘത്തെ അനുഗമിച്ചു. നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിലാണ് എത്ര വാർഡിലാണെന്ന് അറിഞ്ഞിരിക്കണം. പഞ്ചായത്തില് കുറേ പണികൾ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പഞ്ചായത്ത് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെയും കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് IICCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വേസ്റ്റ് മാലിന്യങ്ങളിലെ പുനരുപയോഗ സാധ്യതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് മലയാള വിഭാഗ മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത് വിഷയാവതരണം നടത്തി. ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് IIC വിദ്യാർത്ഥി പ്രതിനിധികളായ KN ബിനോയ്, S മരിയ എന്നിവർ ക്ലാസ് നയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി B ബിജു, അധ്യാപകരായ K സൌമ്യ, KE ഷിനി, റോസ് ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് കാണാം, നമ്മളിങ്ങനെ സ്ക്രീനിലൊക്കെ കാണാം CD പ്ലെയേഴ്സ്, CD ഡിസ്കുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വയറുകളോ അങ്ങനെയൊക്കെയായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പ്രവർത്തകർ തൃക്കൂരിലും ആമ്പല്ലൂരിലും പ്രതിഷേധ ധർണ നടത്തി. തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പിൽ നടത്തിയ ധർണ BJP ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ് നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കാളക്കല്ല് അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, ഷാജി കോറ്റുകുളം, നേതാക്കളായ മുരളി പാട്ടത്തിൽ, ജനാർദ്ദനൻ പാലക്കൽ, ശ്രീനി വെളിയത്ത്, ഷീബ നികേഷ്, പ്രജീഷ് വടനാത്ര, മോഹനൻ കളരിക്കൽ, സജിത മണികണ്ഠൻ, KV ഗുരുവായൂരപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയ 11 മേളസംഘം പുതുക്കാട് സർക്കാർ വിദ്യാലയത്തിന് പൂരാനുഭൂതിയേകി. മേളകലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചാരിമേളം കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിയരങ്ങേറിയത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുവനം കുട്ടൻമാരാർ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷയായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സധി സുധീർ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, വിദ്യാഭ്യാസ ഓഫീസർ ശൈല സുനിൽ, PTA പ്രസിഡന്റ് ജോസഫ് CP, സിന്ധു VB, വാണി K, പുഷ്കല KS, സിനി വിശ്വനാഥൻ, ജിൻഡോ ജോസഫ്, ജോജി CR, ഉഷ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക MP ബിന്ദു സ്വാഗതവും പ്രിൻസിപ്പൽ സംഗീത KA നന്ദിയും അറിയിച്ചു. സഹമേളക്കാരായി കുറുങ്കുഴൽ, കൊമ്പ്, വലംതല, ഇളത്താളം എന്നിവയിൽ കൊടകര അനൂപ്, മച്ചാട് പത്മകുമാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കല്ലൂർ രഘു എന്നിവർ നേതൃത്വം നൽകി. സ്വർണവില സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം, സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. ലഹരി എന്ന മഹാവിപത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ലോക ഫോട്ടോഗ്രഫി ദിനവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.